മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതി വിധി ശരിവച്ചു. വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. എബി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലാണ് പ്രതികൾക്ക് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിചാരണ കോടതി വിധി ശരിവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 ഹർജികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതികളുടെ ഹർജി ഉണ്ടായിരുന്നു. പ്രതികൾക്ക് ശിക്ഷിക്കപ്പെട്ട ആ നിലയ്ക്കുള്ള, അതായത് ഈ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ അത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിലനിൽക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ട് പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ടതിനെതിരെയുള്ള ഹർജിയും ഉണ്ടായിരുന്നു. അവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വെറുതെ വിട്ട ആളുകളെ, അതായത് പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെ കോടതി ഉറച്ചു നിൽക്കുന്നു. ആ വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് വരുന്നത്. വിചാരണ കോടതി വിധിയിൽ പറഞ്ഞിരുന്നത് ഈ ആളുകളെല്ലാം തന്നെ, അതായത് ശിക്ഷിക്കപ്പെട്ടിരുന്ന ആളുകൾ, അവർ നമുക്ക് അവരുടെ പേര് പരിശോധിക്കുകയാണെങ്കിൽ MC മനോജ്, MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രാജീവ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത്, K ഷിനോജ്, KC രാമേന്ദ്രൻ, മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവർക്കാണ് ജീവപര്യന്തം നൽകിയിരുന്നത്, ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ അത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 36 പേരാണ് കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇതിൽ 24 പേരെ വെറുതെ വിടുന്ന നടപടിയാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആ വിചാരണ കോടതിയുടെ ആ വിധി അതും ശരിവെക്കുന്ന നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഈ വെറുതെ വിട്ട ആളുകളുടെ പ്രതി ചേർക്കേണ്ടതില്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിയും. എബി, 2 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു വിചാരണ കോടതി ശരിവെച്ചിരിക്കുകയാണ് വിധി? മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? വിചാരണ കോടതി വിധി ശരിവെക്കുക തന്നെ നിലവിൽ പ്രതികൾക്ക് തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് തർക്കമില്ലാതെ തന്നെ പറയാൻ കഴിയും. ഒപ്പം CPM-നെ സംബന്ധിച്ച ഒരു ആശ്വാസ വിധി കൂടിയാണ് വരുന്നത്. കാരണം പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപട്ടികയിൽ വേണ്ടതില്ല, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള നടപടി വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 24 പേരെ വെറുതെ വിടുന്ന നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെയും. ഒപ്പം തന്നെ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്നുള്ള കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം ഈ പ്രതികളുടെ വാദം, അതായത് പ്രതികളുടെ ഹർജി പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, തങ്ങൾ ശിക്ഷയ്ക്ക് അർഹരല്ല തങ്ങൾ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രതികൾ കോടതിയെ സമീപിച്ചത്. ഒപ്പം തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രതികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതൊന്നും തന്നെ കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ വിചാരണ കോടതിയുടെ വിധി എന്തായാലും കോടതി ശരിവച്ചിരിക്കുന്നു. പ്രതികൾക്ക് തിരിച്ചടി തന്നെയാണ്. CPM-നെ സംബന്ധിച്ച ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എബി, അതുപോലെ തന്നെ ഈ മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ട വിധിയും കോടതി ശരിവെച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ നടപടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ മോഹൻ മാസ്റ്ററെ വെറുതെ വിട്ട ആ വിധി റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് KK രമ, ടി.പി. ചന്ദ്രശേഖരൻ ഭാര്യയായിട്ടുള്ള KK രമ MLA കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു നടപടിയിലേക്കും കടക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ കോടതിയുള്ളത്. വിചാരണ കോടതി അവരെ വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. പി മോഹൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ വെറുതെ വിടുന്ന നടപടി തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളും തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട നടപടി അത് നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും വിചാരണ കോടതിയുടെ വിധി നിലനിൽക്കും. അത് ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ ഇത്തരത്തിൽ KK രമ ആവശ്യപ്പെട്ടിരുന്ന KK രമയുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട ആ നടപടി തുടരും എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള അതിൽ ഒരു ആ വിധി റദ്ദാക്കുന്ന ഒരു തരത്തിലുള്ള നടപടിയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും ഹൈക്കോടതി ശരിവെക്കുകയാണ്.
AP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതി വിധി ശരിവെച്ചു. വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. 2 പ്രതികളെ വെറുതെ വിട്ടതും റദ്ദാക്കിയിരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് തന്നെ ചേരുന്നുണ്ട്. എബി, പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. KK കൃഷ്ണൻ, P മോഹൻ അടക്കമുള്ള ആളുകളെ വെറുതെ വിട്ട വിധിയാണ് ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? TP കേസിൽ വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. 12 പ്രതികളുടെ അപ്പീൽ കോടതി തള്ളുകയായിരുന്നു. രമയ്ക്ക് ആശ്വാസം എന്ന നിലയ്ക്ക് തന്നെ നമുക്കൊരു വാർത്ത നൽകാൻ കഴിയും. 2 പ്രതികളെ വെറുതെ വിട്ടത് കോടതി റദ്ദാക്കിയിരിക്കുന്നു. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരുടെ ശിക്ഷ റദ്ദാക്കിയതാണ് ഇപ്പോൾ ശിക്ഷയാണ് റദ്ദാക്കിയത്. അല്ലെങ്കിൽ അവരെ വെറുതെ വിട്ട നടപടിയാണ് റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ വെറുതെ വിട്ടത് കോടതി റദ്ദാക്കിയിരിക്കുന്നു. TP കേസിൽ വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾ, ചില നടപടികൾ, ചില വിധികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഹൈക്കോടതി ആ വിധി, അതായത് വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുന്നു. 12 പ്രതികളുടെ അപ്പീൽ തള്ളുകയാണ് ഉണ്ടായത്. 12 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നത്. ആ അപേക്ഷ, അതായത് ആ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിചാരണ കോടതിയുടെ വിധി അതെന്തു തന്നെയായാലും അത് നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 2 പ്രതികളെ വെറുതെ വിട്ട ആ നടപടി, വിചാരണ കോടതിയുടെ നടപടി പക്ഷേ ഹൈക്കോടതി റദ്ദാക്കുന്നുണ്ട്. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരുടെ ശിക്ഷ, അല്ലെങ്കിൽ എന്നിവരെ വെറുതെ വിട്ട നടപടിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എബി, അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുന്നത്. ഇതിൽ CPM-ന് വളരെ ആശ്വാസമായിരിക്കുകയാണ്. KK രമയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് രാഷ്ട്രീയ കേരളത്തെ ഇത്രമാത്രം ഉലച്ച ഒരു സംഭവം മറ്റൊന്നില്ല എന്ന് തന്നെ നമുക്ക് ഈ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ സമീപ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിനാണ്. TPക്ക് ശേഷവും TPക്ക് മുൻപും എന്നുള്ളൊരു തലത്തിലേക്ക് പോലും കേരള രാഷ്ട്രീയത്തെ ആ നിലയ്ക്ക് നിർത്തുന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ആ TP വധക്കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ കേസിൽ 36 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 12 പ്രതികളിൽ 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷയാണുള്ളത്. P മോഹൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയക്കുന്ന നടപടിയും കോടതി സ്വീകരിച്ചിരുന്നു. 2012 ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം 2014 വിചാരണ കോടതി വിധി വരികയായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 11 പേർക്കാണ് ജീവപര്യന്തമുള്ളത്. ഈ 11 പേരാണ് ഈ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവപര്യന്ത ശിക്ഷ റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്തായാലും ഈ പ്രതികളുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. ഒപ്പം തന്നെ KK രമ, സർക്കാർ തുടങ്ങിയ ആളുകൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രതികൾക്ക് നൽകിയിരിക്കുന്ന വിധി അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് അത് ചെറിയ ശിക്ഷയാണ്. അതിൽ പരമാവധി ശിക്ഷ നൽകാൻ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് സർക്കാർ ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ KK രമ നൽകിയിരുന്ന ഹർജിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് P മോഹൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. രാഷ്ട്രീയ ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കെതിരെയും ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. വിചാരണ കോടതിയുടെ വിധി അത് നിലനിൽക്കും. വിചാരണ കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നത് 12 പേർക്ക് ജീവപര്യന്ത ശിക്ഷ തന്നെയായിരുന്നു. 36 പ്രതികൾ ഉണ്ടായിരുന്നതിൽ 24 പേരെ വെറുതെ വിടുന്ന നടപടി ഉണ്ടായിരുന്നു. 24 പേരിൽ 2 പേരെ വെറുതെ വിട്ട നടപടി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KK രമയ്ക്ക് അതിൽ ഒരു ആശ്വാസം ഉണ്ട് എന്ന് പറയാൻ കഴിയും. പക്ഷേ P മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിട്ട നടപടിയിൽ പുനഃപരിശോധന ഉണ്ടാകണം, അവരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങൾ KK രമ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ പക്ഷേ ഹൈക്കോടതിയുടെ നടപടികൾ ഉണ്ടായിട്ടില്ല. ഹൈക്കോടതി ആ കാര്യത്തിൽ വിചാരണ കോടതിയുടെ വിധിക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളുടെ അപേക്ഷ അത് ഹൈക്കോടതി പരിഗണിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഹൈക്കോടതി അവരുടെ ആവശ്യം അതിൽ അനുകൂലമായിട്ടൊരു നിലപാടല്ല എടുത്തിരിക്കുന്നത്. പ്രതികൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളാണ്. അവർ ആ നിലക്ക് തന്നെ അവരുടെ ശിക്ഷ തുടരുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും 2 പേരെ വെറുതെ വിട്ട നടപടിയിൽ അതിൽ കോടതി അവരുടെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിട്ടുണ്ട് ഹൈക്കോടതി. എബി, KK കൃഷ്ണനും ജ്യോതി ബാബുവിനെയും കോടതി 26-ന് ശിക്ഷ വിധിക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ വെറുതെ വിട്ടിരുന്ന നടപടിയാണ്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ അവർക്ക് ശിക്ഷ വിധിക്കേണ്ടതുണ്ട്. ഇനി ഏത് ശിക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടത്, അവർക്ക് മേൽ ചുമത്തിയിരുന്ന ആദ്യത്തെ കേസ് അല്ലെങ്കിൽ ആദ്യത്തെ വകുപ്പുകൾ പ്രകാരമുള്ള കാര്യങ്ങളാണോ നടക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഇവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ അനുസരിച്ചുള്ള വിധിയാണോ വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ നിലക്കാണോ കോടതിയുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് വരും സമയങ്ങളിൽ നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിയും. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ ഇത്രമാത്രം പിടിച്ചുലച്ച ആ സംഭവം, അതിൽ ഹൈക്കോടതി ഇപ്പോൾ നിർണായകമായിട്ടുള്ള വിധി പറയുകയാണ്. ഹൈക്കോടതി വിചാരണ കോടതിയുടെ ഉത്തരവ്, വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുന്ന നിലപാട് തന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉള്ളത്. വിചാരണ കോടതി 12 പേരിൽ ഒരാൾ മരണമടഞ്ഞിട്ടുണ്ട്, ബാക്കി 11 പേർ ജീവപര്യന്തം തടവാണ്, അത് അനുഭവിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രതിക്ക് 3 വർഷം കഠിന തടവും വിധിച്ചിരുന്നു, അതും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ രമ, സർക്കാർ, പ്രതികൾ തുടങ്ങിയവർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് അതിൽ വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി പറഞ്ഞിരിക്കുന്നത്. 3 തരത്തിലുള്ള ഹർജികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് പ്രതികൾ സമർപ്പിച്ച ഹർജിയാണ്. ഈ പ്രതികൾ തങ്ങൾ കുറ്റക്കാരല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തങ്ങളെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾക്കെതിരെ ചുമത്തിരിക്കുന്ന കുറ്റം, ശിക്ഷ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും തന്നെ ഹൈക്കോടതി ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഹൈക്കോടതി അതിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയല്ല പറഞ്ഞിരിക്കുന്നത്, പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ പ്രതികൾക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്താണ്ട് അതിൽ ഇപ്പോൾ 2 പേരെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ട് അവർക്ക് ഇപ്പോൾ ശിക്ഷ വിധിക്കാൻ വേണ്ടിയിരിക്കുന്നു. 26-ാം തീയതി അതുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. വരുന്ന നിമിഷങ്ങളിൽ അതിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ എത്താൻ കഴിയും. ഈ വിധിയിൽ RMPയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?